എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ശ്രീ അനിൽകുമാർ, ഇവിടെ ബഹുമാനപ്പെട്ട ബി.ജെ.പി. പ്രതിനിധി പറഞ്ഞു 1,00,000 കോടി രൂപ നമ്മൾ ഇന്ത്യ മുഴുവൻ മുടക്കി കഴിഞ്ഞു. നിങ്ങൾ മുടക്കിയിട്ടുണ്ട്, പക്ഷെ കേരളത്തിൽ ഒരു പൈസയും തന്നില്ല. രണ്ടാമത്തെ കാര്യം, കപ്പൽച്ചാൽ ഇന്ന് വളരെ അടുത്താണ്, 10-36 കിലോമീറ്ററിനകത്താണ്. അതുകൊണ്ടാണ് വിഴിഞ്ഞത്തിന്റെ നേട്ടം. അതിനൊരു ശകലം കാശ് മലയാളിക്ക് തരണമെന്ന് പറഞ്ഞപ്പോൾ അറുത്ത കൈക്ക് ഉപ്പിടാത്തൊരു വീരൻ, അതാണ് പ്രധാനമന്ത്രി മോദി. അമ്മാവൻ കാര്യമായിട്ട് ചൊറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു. ഞാൻ പറഞ്ഞിട്ട് വാക്ക് പറഞ്ഞു. അറുത്ത കൈക്ക് ഉപ്പിടാത്തൊരു പ്രധാനമന്ത്രി പിന്നെ എന്തിനാ വിളിച്ചത്? അതാണ് ചോദ്യം. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു തുറമുഖം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെതാണ്. അതുകൊണ്ട് ഞങ്ങളുടെ മര്യാദയ്ക്ക് വിളിച്ചതാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. കൊച്ചി ജലമെട്രോ എന്തിനാ ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചത്? നമ്മുടെ രാജ്യത്തൊരു നൂതന സംരംഭമാണ്. നൂതന സംരംഭങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രിയെ വിളിക്കും. ലോകമേ കാണൂ, ഇതാണ് കേരളം. ഇന്ത്യ കാണുക, ഇതാണ് കേരളം. ഞങ്ങൾ വിളിക്കും. അവിടെ വന്നിരിക്കുമ്പോ വയനാടിന് ശകലം പൈസ ഒന്നും വേണം പ്രഖ്യാപിക്കാം. അല്ലെങ്കിൽ ഇതാ വിഴിഞ്ഞത്തിൻ്റെത് ഗ്രാൻഡ് ആക്കിയിരിക്കുന്നു. ഞങ്ങൾ 71 പദ്ധതികൾ ഗ്രാൻഡാണ്, അതിൽ 70 ഗ്രാൻഡാണ്. 71ാമത്തെ ഗ്രാൻഡ് ആക്കിയിരിക്കുന്നു. മോദിക്ക് പറയാം. അതിൻ്റെ ഇടയ്ക്ക് മോദി കുയുക്തിയുമായിട്ട് രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങി. ഈ രാഷ്ട്രീയ കളി മലയാളി സമ്മതിക്കില്ലെന്ന് മനസ്സിലാക്കണം. ബി.ജെ.പിക്കാർ സമ്മതിക്കണം. ബി.ജെ.പിക്കാരോട് പറയുകയാണ്, ബാബു ബെതരങ്ങിമാരൊന്നും കേരളത്തിൽ വാഴാൻ പോകുന്നില്ല. എന്തെല്ലാം വേലത്തരങ്ങളാ കാണിച്ചത്, എന്തെല്ലാം കോമാളിത്തരങ്ങളാ കാണിച്ചത്. തുടങ്ങിയിട്ടുള്ളൂ, ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. ഒരു പ്രധാനമന്ത്രി വരുന്ന വേദിയിൽ പ്രധാനമന്ത്രിയോട് ബഹുമാനം ഉണ്ടെങ്കിൽ പ്രധാനമന്ത്രിയുടെ അനുവാദമില്ലാതെ, പ്രധാനമന്ത്രി വരാതെ അവിടെ ഏതെങ്കിലും തരത്തിൽ കയറിയിരിക്കുമോ ആരെങ്കിലും? എസ്.പി.ജി സമ്മതിക്കുമോ? എസ്.പി.ജി സമ്മതിക്കുമോ? ഒരാൾ കയറിയിരിക്കാൻ മറ്റൊരാൾ കയറിയിരിക്കാൻ സമ്മതിക്കുമോ? അനാദരവാണ് കാട്ടിയത് മലയാളികളോട്. ഇനി ഇവിടെ എന്നോട് ചോദിച്ച ചോദ്യം, വിഴിഞ്ഞത്തെ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ മകളും ഭാര്യയും കൊച്ചുമകനും പങ്കെടുത്തോ? ഞാൻ കേരളത്തിലെ മാധ്യമ സമൂഹത്തെ വെല്ലുവിളിക്കുന്നു. അത്രയും വേണോ? ഒരു അവലോകന യോഗം എന്ന് പറഞ്ഞാൽ അതിന് അജണ്ട കാണും. 2 അവലോകന യോഗത്തിന് മിനിറ്റ്സ് ഉണ്ടാവും. 3 അവലോകന യോഗത്തിന് വകുപ്പ് സെക്രട്ടറി ഉണ്ടാവും. അവലോകന യോഗത്തിൽ കലക്ടർ ഉണ്ടാകാം. അവലോകന യോഗത്തിൽ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി വരാം. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ആര് പങ്കെടുത്തു? ഏത് ഉദ്യോഗസ്ഥൻ പങ്കെടുത്തു? എന്ത് അവലോകനം നടത്തി? പ്രതിപക്ഷത്തെ ഈ വാദം ഉന്നയിക്കുന്ന ആളുകളെ ഒരവലോകന യോഗം നടന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് വിശദീകരിക്കുന്നു. ആ യോഗത്തിൽ മകളും കൊച്ചുമകനും ഒക്കെ ഇരിക്കുന്ന പടമാണ് പുറത്തു വന്നത്. അയ്യോ, ദിവ്യസയ്യർ പറഞ്ഞത് അവിടെ അത് സന്ദർശിക്കാൻ വരുന്ന ആർക്കും അതിന്റെ പ്രവർത്തനം എന്താണ് എന്ന് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണോ? ആ വീഡിയോയുടെ പ്രത്യേകത എന്താ? ആദ്യത്തെ ക്രെയിൻ വന്ന വീഡിയോ അതിൻ്റെ അകത്തുണ്ട്, ആദ്യത്തെ കപ്പൽ വന്ന വീഡിയോ അതിൻ്റെ അകത്തുണ്ട്. ഇത് എങ്ങനെയാണ് തുടക്കം ഇട്ടത്, എന്തായിരുന്നു അതിന്റെ സംബന്ധം, അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തതിന്റെ വികാസഗതികളെ സംബന്ധിച്ച് ഒരു ചരിത്രപരമായ ഒരു വീഡിയോ അവതരിപ്പിക്കുന്ന ഏത് സുരക്ഷാ മാനദണ്ഡത്തിന്റെ ലംഘനമാണ്? അത് അവര് മിസിൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം അവർ പ്രദർശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ആണ്. ആ കൂടെ ഭാര്യയും കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു. ഒന്ന് കാണാൻ കൗതുകം ഉണ്ടായിപ്പോയി. ആ പാവങ്ങൾ കൂടെ പോയി. നിങ്ങൾ അവരുടെ ചോര കുടിച്ച് അടങ്ങുള്ളെങ്കിൽ നിങ്ങൾക്കതിന് ആഗ്രഹമുണ്ട്, കുടിച്ചോളുക. പക്ഷേ ഒരു കാര്യമെങ്കിലും മനസ്സിലാക്കണം, ഒരു മുഖ്യമന്ത്രി അത്തരമൊരു സംവിധാനത്തെ രൂപപ്പെടുത്താൻ തൻ്റെ ആയുസിന്റെ 9 കൊല്ലക്കാലം അതിനുവേണ്ടി നീക്കിവെച്ചൊരു മനുഷ്യൻ, അതിന്റെ സാർത്ഥകമായ സന്തോഷ നിർഭരമായ ഒരു സാഹചര്യത്തിൽ അതിന്റെ പൂർത്തീകരണ ഘട്ടത്തിൽ ഒന്ന് കാണാൻ ചെല്ലുമ്പോൾ ഭാര്യ കൂടെ വന്നാൽ, മകൾ കൂടെ വന്നാൽ, കൊച്ചുമകൻ കൂടെ വന്നാൽ, അവരൊരു ഔദ്യോഗിക പരിപാടിയുമില്ല, ഒരു ഉദ്യോഗസ്ഥരും അവിടെ ഉണ്ടായിട്ടില്ല. ശ്രീ ശങ്കുട്ടിദാസ്, ഏത് കപ്പാസിറ്റിയിലാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ആ വേദിയിലിരുന്നത്? അദ്ദേഹത്തിന്റെ അത് രാഷ്ട്രീയ അല്പത്തരമാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് വിമർശിക്കുന്നു. പിന്നെ തുടങ്ങിയേക്കാം. നോക്കൂ, മുഹമ്മദ് റിയാസിന്റെ അസന്തുഷ്ടി ഞങ്ങൾ മനസ്സിലാക്കുന്നു. മുഹമ്മദ് റിയാസ് മന്ത്രിസഭയിൽ ഇരിക്കുന്നത് അദ്ദേഹത്തെക്കാൾ സീനിയർ ആയിട്ടുള്ള എത്രയോ 2 വട്ടം MLA-മാരായിട്ടുള്ള ആൾക്കാർ പുറത്തിരിക്കുമ്പോൾ അദ്ദേഹം മന്ത്രിസഭയിൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തെക്കാൾ എത്രയോ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ പുറത്തിരിക്കുമ്പോൾ അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നുണ്ട്. പിന്നീട് അവസരം കിട്ടിയില്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ് ശ്രീ ശങ്കു. ഈ കാര്യത്തിലുള്ള യോഗ്യത എന്തായാലും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവും. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണെന്നുള്ളതാണോ മന്ത്രിസഭയിൽ ഇരിക്കാനുള്ള യോഗ്യത? അങ്ങനെയാണെങ്കിൽ മറ്റെത്രയോ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ അത് സാധിച്ചിട്ടില്ലല്ലോ.
അത് കറക്റ്റാണ് അതെ അതെ പക്ഷേ ഒരു സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയിൽ ഒരു പാർട്ടിയുടെ അധ്യക്ഷൻ എങ്ങനെയാണ് വേദിയിലിരിക്കുക? ഇത് നോക്കിക്കോളൂ. പിണറായി വിജയൻ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് അവസാനം നടത്തിയിട്ടുള്ള അവലോകന യോഗത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഭാര്യ കമലയും മകള് വീണയും പേരക്കുട്ടിയായിട്ടുള്ള ആളും ഉണ്ടായിരുന്നല്ലോ. അത് ഏത് പാർട്ടിയുടെ തീരുമാനപ്രകാരമാണ് അവർ? രാജീവ് ചന്ദ്രശേഖർ ഈ രാജ്യത്തെ ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. നിങ്ങൾ പറയുന്നു കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത് വേറെയാണെന്ന് പറയുന്നു. കേന്ദ്ര സർക്കാരിനെ നയിക്കുന്നത് BJP ആണ്. ഇവിടുത്തെ ആളുകൾ കേന്ദ്ര സർക്കാരിനല്ല വോട്ട് ചെയ്ത്, ആളുകൾ BJPക്ക് വോട്ട് ചെയ്ത് BJP ആണ് ഇവിടെ കേന്ദ്ര സർക്കാർ ഉപയോഗിച്ചിട്ടുള്ളത്. വോട്ട് ചെയ്ത് കഴിഞ്ഞ് സർക്കാരായാൽ സർക്കാരാണ് ശ്രീ ശങ്കുട്ടി ദാസ്. ഇത് പാർട്ടി പരിപാടിയല്ലല്ലോ വേദിയിൽ കയറിയിരിക്കാനും മുദ്രാവാക്യം വിളിക്കാനും. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാ. നിങ്ങൾക്ക് ആ കാര്യത്തിൽ നല്ല വിഷമമുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാൻ. അല്ല, വിഷമം എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ ഉണ്ടാക്കുന്ന സർക്കാർ, ആ സർക്കാർ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടിയായി മാറുന്നത് കാണുമ്പോൾ ജനങ്ങൾക്ക് വിഷമം ഉണ്ടാകും. അത് സ്വാഭാവികമാണ് ശ്രീ ശങ്കുട്ടി ദാസ്. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധിയല്ലല്ലോ അവിടെ. നോക്കൂ, പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ആ വേദിയിൽ. പ്രധാനമന്ത്രി ഇരിക്കുന്ന വേദിയിൽ ആരൊക്കെ ഉണ്ടാവണം തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രി തീരുമാനിച്ചിട്ടുള്ള ആൾക്കാർ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഉണ്ട്. അദ്ദേഹത്തിന് ആ വേദിയിൽ ഇരിക്കാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടെന്നുള്ളതാണ് PMOയുടെ വിലയിരുത്തൽ. അദ്ദേഹം രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാനത്തെ അധ്യക്ഷനാണ്. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രധാനമന്ത്രി സംസ്ഥാനത്ത് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും അവിടെ ഇരിക്കണ്ടേ? നിങ്ങൾക്ക് പ്രധാനമന്ത്രി ഏകപക്ഷീയമായി തീരുമാനിക്കാൻ ഇത് പ്രധാനമന്ത്രിയുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നടത്തുന്ന പരിപാടിയല്ലല്ലോ. ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന തുറമുഖം, അതിന്റെ ഉദ്ഘാടനം, അത് പ്രധാനമന്ത്രി എന്ന നിലയിൽ പങ്കെടുക്കുമ്പോൾ കുടുംബാംഗങ്ങളെയും ഇഷ്ടക്കാരെയും ഒക്കെ കൊണ്ടുവന്നിരുത്താൻ പറ്റുമോ? കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. താങ്കൾ പറയുന്ന പോലെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ അധ്യക്ഷൻ ഇരിക്കാമെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ അധ്യക്ഷൻ എന്തുകൊണ്ടിരുന്നുകൂടാ? സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ അധ്യക്ഷൻ ഇരിക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടുന്ന് കൊടുത്തിട്ടുള്ള ലിസ്റ്റിൽ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ അധ്യക്ഷന്റെ പേരുണ്ടായിരുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പൈസ അല്ല എന്നുള്ള ഭാഷയൊന്നും ഉപയോഗിക്കരുത്. ആ വേദിയിൽ ഒരാൾ ഇരിക്കരുതെന്ന് പറയാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസയല്ലല്ലോ ഈ പറഞ്ഞിട്ട്. നിങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ മുഴുവൻ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ഏകഛത്രാധിപതി ആവശ്യമില്ല. ഇവിടെ സാധാരണ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന യോഗങ്ങളിലെല്ലാം അത് ഞങ്ങളാരും ചൊവ്വയെന്ന് കെട്ടിയിറക്കിയ ആൾക്കാരല്ല. ഞങ്ങൾ ഈ ജനങ്ങൾ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക സ്വകാര്യ വ്യവസായിയുടെ കാര്യത്തിൽ പ്രധാനമന്ത്രിക്ക് ഇത്രയും കൺസേൺ? നോക്കൂ, നിങ്ങളുടെ ചോദ്യം വളരെ ദുരുദ്ദേശപൂർണമാണ്. വിഴിഞ്ഞം പോർട്ടിന്റെ ഉദ്ഘാടനം നടന്ന ദിവസം അതിനെപ്പറ്റി നടക്കുന്ന ചർച്ചയിൽ BJP പ്രതിനിധിയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ള പരാമർശത്തിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ള അസന്തുഷ്ടിയുമായി ബന്ധപ്പെട്ടത് മാത്രമാകുന്നതും മറ്റുള്ള രണ്ടുപേർ ചർച്ച നയിക്കുമ്പോൾ ആ ചർച്ചയുടെ വലിയൊരു ഭാഗത്തോളം ഇടപെടാൻ കഴിയാതിരിക്കുന്നതും ഒരു ശരിയായിട്ടുള്ള രീതിയല്ല. ഇവിടെ ഈ കാര്യങ്ങളിലെ പറ്റിയിട്ടൊക്കെ ഇപ്പൊ അദാനിയാണല്ലോ ഈ പോർട്ടിലെ പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് മോഡലിലുള്ള ഈ പോർട്ടിൽ ഇവിടെ 28.9% നിക്ഷേപം നടത്തുന്ന അദാനിയാണ്. ഈ പോർട്ടിന്റെ ഉദ്ഘാടനത്തിന് വന്നിട്ട് അദാനിനെ പറ്റി അല്ലാതെ അംബാനിയെ പറ്റി പറയാൻ സാധിക്കുമോ? പിന്നെ ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.